ബാങ്കിംഗ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ നമ്പർ ATMൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ബാങ്ക് യൂസർ ID മുകളിൽ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ എൻ്റർ MPIN എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പുതിയ MPIN ടൈപ്പ് ചെയ്യുക. ലോഗിൻ ബട്ടൺ ഓണാക്കുക. ഓണാക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് നിങ്ങളുടെ നെറ്റ് സ്പീഡാണോ ഇല്ലയെന്ന് ആദ്യം ചെക്ക് ചെയ്തതിന് മാത്രം ലോഗിൻ ചെയ്യുക. കാരണം ലോഗിൻ ചെയ്യുമ്പോൾ നെറ്റ് സ്പീഡില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ ID അല്ലെങ്കിൽ പാസ്വേഡ് ഇൻവാലിഡ് എന്ന് കാണിക്കും. നിങ്ങൾ ഒന്നിലധികം തവണ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇത് ബ്ലോക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. ഒരിക്കലത് അനുഭവം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഉണ്ടാവാതിരിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ FAQ എന്ന് എഴുതിയിട്ടുണ്ട്. FAQs ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് ഓണാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വേറെ പ്രശ്നങ്ങളില്ല, നെറ്റ് വർക്കിംഗ് ആയിരിക്കും, ബാങ്കിങ് നടത്താനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മളുടെ നെറ്റ് കണ്ടീഷനാണ്. നെറ്റിന് സ്പീഡ് കുറവാണ്, ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങനെ ലോക്കായി പോയാൽ തന്നെ ഇതിലൊരു ഓപ്ഷനുണ്ട് നമ്മളുടെ പാസ്വേഡ് ചേഞ്ച് ആക്കാനായിട്ട്. ഇവിടെ നമ്പർ 32 നോക്കിക്കണം. I have forgotten my MPIN. What do I do? Please send SMS SFMPIN എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ യൂസർ ID ടൈപ്പ് ചെയ്ത് ഈ കാണുന്ന നമ്പർ 9223440000 എന്ന നമ്പറിലോട്ട് SMS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫാൾട്ട് MPIN തരും. അത് നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ രജിസ്റ്റർ ചെയ്ത് MPIN ചേഞ്ച് ചെയ്ത് GPRS ആക്ടിവേഷൻ ചെയ്ത് ATMൽ പോയി ഒന്നും കൂടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വീണ്ടും അത് ആക്ടിവേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. യൂസർ ID പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെൽക്കം ചെയ്ത് നിങ്ങളുടെ പേര് കാണാം. അതിൻ്റെ താഴെയായിട്ട് മൈ അക്കൗണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതിൽ മൈ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് അറിയാനുള്ള ഒരു ഓപ്ഷനുണ്ട്. മിനി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് രണ്ടാമതായി ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. ഇതിൽ ഗ്രീൻ കളർ കാണിക്കുന്നത് നമ്മളുടെ അക്കൗണ്ടിലോട്ട് വന്ന മണിയും റെഡ് കളർ കാണിക്കുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ള അക്കൗണ്ടിലോട്ട് പോയതുമാണ്. അതായത് ക്രെഡിറ്റും ഡെബിറ്റുമാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ നിങ്ങൾ സെലക്ട് ചെയ്യൂ. സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് പേയ്, മാനേജ് പേയ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് പേയ് എന്താണെന്ന് ആദ്യം പഠിക്കണം. ആഡ് പേയ് അക്കൗണ്ട് നമ്പറും IFSC കോഡും അക്കൗണ്ട് നെയിമും നമുക്ക് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെച്ചാലും വർക്കാവില്ല, അത് ബാങ്ക് അപ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ആഡ് പേയ് എടുക്കുക. അത് ഫണ്ട് ട്രാൻസ്ഫർ ആദ്യം എടുക്കുക. ഒന്നും കൂടെ കാണിച്ചു തരാം. ഫണ്ട് ട്രാൻസ്ഫർ എടുക്കുക. അതിനുശേഷം ആഡ് പേയ് ഏറ്റവും ലാസ്റ്റ് മുകളിലോട്ട് ആഡ് പേയ് എടുക്കുക. ഇതിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്പോൾ 2 ഓപ്ഷൻ കാണാം. സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ട്, അതർ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മൾ അയക്കുന്ന ആൾ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ടതാണോ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBT, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ടതാണോ അതോ മറ്റുള്ള ബാങ്കുകളാണോ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ല അതിൽ പെടാത്ത ബാങ്ക് ആണെങ്കിൽ നമ്മൾ താഴത്തെ ഓപ്ഷൻ അതർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ആദ്യം കാണാം പേയ് നെയിം. പേയ് നെയിം എന്ന് പറയുന്നത് ആർക്കാണോ നമ്മൾ പണം അയക്കേണ്ടത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള പേര്, ആ പേര് കൊടുക്കുക. IFS കോഡ് എന്നുള്ള ഭാഗത്ത് അയക്കേണ്ട ബാങ്കിൻ്റെ IFS കോഡ് കൊടുക്കുക. പേയ് അക്കൗണ്ട് നമ്പർ ആർക്കാണോ നമ്മൾ പണം അയക്കുന്നത് അവരുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. നിക്ക് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പേര് കൊടുക്കുക. ഇപ്പം ചില ആൾക്കാർക്ക് ബാങ്കിൽ അക്കൗണ്ടിലൊരു പേരായിരിക്കും, അല്ലാതെ ഒറിജിനലായിട്ട് വേറൊരു പേരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നിക്ക് നെയിം എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് കാണിക്കുന്ന ഭാഗത്ത് നമുക്ക് ആ വ്യക്തിക്ക് എത്ര രൂപ വരെ ഒരു പ്രാവശ്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അയക്കുന്ന എമൗണ്ട് അല്ല. ഇപ്പം നമ്മൾ 30,000 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാക്സിമം 30,000 രൂപ വരെ പോകുള്ളൂ, അതിൽ കൂടുതൽ പോകില്ല. അപ്പം നമ്മളതിൻ്റെ ലിമിറ്റ് എത്ര വരെ വേണമെന്നുള്ളത് ഇവിടെ ട്രാൻസ്ഫർ ലിമിറ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ബട്ടൺ ചെയ്ത് കൺഫേം ചെയ്യുക. ഇത്രയേ ഉള്ളൂ ആഡ് പേയ് എന്നുള്ളത്.
ഇനി ആഡ് പേയിൽ നമ്മൾ ചെയ്ത വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാൾ തന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ, അയാൾ തന്ന അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാങ്ക് IFSC കോഡ് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ മാനേജ് പേ ക്ലിക്ക് ചെയ്യുക. മാനേജ് പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീണ്ടും ഓപ്ഷൻ കിട്ടും, സ്റ്റേറ്റ് ബാങ്ക് ആണോ അതർ ബാങ്ക് ആണോ. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അതർ ബാങ്ക് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം 3-5 പേരുടെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടത്തെ കാണുന്ന ഈ ചുവപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡിലീറ്റ് ആകും. അക്കൗണ്ട് നമ്പറും IFSC കോഡും തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ആഡ് പേയിൽ പോയി ഒന്നിന്ന് ആഡ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അതല്ലാതെ നമ്മൾ ട്രാൻസ്ഫർ ലിമിറ്റ് പേരും ചേഞ്ച് ആക്കുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ പേയി നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ അക്കൗണ്ടും IFSC കോഡും ഇവിടെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് പേയിൽ ഒരു ദിവസം ഒരെണ്ണമേ, ഒരു ദിവസം 1, പരമാവധി 2 എണ്ണം വരെ ചെയ്യാൻ കഴിയും. പിന്നെ മൂന്നാമത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തത് അപ്രൂവ്ഡ് ആയതിനു ശേഷം മാത്രമേ മൂന്നാമതൊരു അക്കൗണ്ട് നെയിമും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളിപ്പോൾ തേർഡ് പാർട്ടി അക്കൗണ്ട് വിത്തിൻ ബാങ്ക് എന്നുള്ളതിലോ അല്ലെങ്കിൽ അതർ ബാങ്ക് അക്കൗണ്ട് IMPS ഓർ NEFT എന്നതിലോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും വരില്ല. ആഡ് പേയിൽ ആഡ് ചെയ്ത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ തേർഡ് പാർട്ടി അക്കൗണ്ടിലോ അല്ലെങ്കിൽ അതർ ബാങ്ക് അക്കൗണ്ടിലോ നോക്കിയാൽ കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് പേയിൽ ആഡ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പൈസ അയക്കാൻ സാധ്യമാകൂ. നമ്മൾ ആഡ് പേയിൽ പോയി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പണം അയക്കേണ്ടതെന്ന് നോക്കാം. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ടതാണ്, ഒരു സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽപ്പെട്ട ഒരു അക്കൗണ്ട് നമ്പറാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ മേളിൽ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ തേർഡ് പാർട്ടി അക്കൗണ്ട് ബ്രാക്കറ്റിൽ വിത്തിൻ ബാങ്ക് എന്ന് കിടക്കുന്ന ഓപ്ഷൻ, ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ SBT ഗ്രൂപ്പിൽപ്പെട്ട ബാങ്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കാണും. ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് പേയി അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽ നമ്മൾ സേവ് ചെയ്ത എല്ലാവരുടെ ലിസ്റ്റ് ഇതിനകത്ത് കാണും. ഇതിപ്പോൾ ഞാൻ ഒരാൾ ചെയ്തുകൊണ്ട് ഒരാളുടെ പേരേ ഉള്ളൂ. ആർക്കാണോ പണം അയക്കേണ്ടത് അവരുടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് എല്ലാം വന്ന് കിടപ്പുണ്ട്. നമ്മൾ ഇവിടെ അയക്കേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യുക, ഇവിടെ അയക്കേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യുക, എത്ര എന്നുള്ള ടൈപ്പ് ചെയ്യുക. അതിനുശേഷം റിമാർക്കിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്തിനു വേണ്ടിയാണ് പൈസ അയച്ചതെന്നോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുക. ഇപ്പോൾ ഒരാൾക്ക് പൈസ അയക്കുന്നു, അത് എന്തെങ്കിലും സാധനം വാങ്ങിയെങ്കിൽ ആ സാധനത്തിൻ്റെ പേര് റിമാർക്കിൽ വേണമെങ്കിൽ കൊടുക്കുക, അത് നമ്മളുടെ ഇഷ്ടം. അതിനുശേഷം കാണാം പേ നൗ ഷെഡ്യൂൾ ലേറ്റർ. പേ നൗ എന്ന് പറയുന്നത് കൊടുത്ത് അതിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പണം സെൻഡ് ആകും. അത് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു SMS വരും, അതായത് OPT, വൺ ടൈം പാസ്വേഡ്. ഈ വൺ ടൈം പാസ്വേഡ് നമ്മൾ ആ സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൺ ടൈം പാസ്വേഡ് ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരിക്കൽ കൂടി കൺഫേം ചെയ്താൽ മാത്രമേ പൈസ പോവുകയുള്ളൂ. ഷെഡ്യൂൾ ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പണം അയക്കേണ്ട ആവശ്യമില്ല. നാളെയോ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ഡേറ്റിന് ഈ പൈസ ട്രാൻസാക്ഷൻ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് വണ്ടി ഫൈനാൻസ് എടുത്തവർക്കൊക്കെ, അതുപോലെ വല്ല ചിട്ടി സമയത്ത് പൈസ അടയ്ക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ആ ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റിന് ഈ അക്കൗണ്ടിലോട്ട് പൈസ വയ്ക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ അതർ ബാങ്ക് അക്കൗണ്ടാണ് സേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ ഒരു ഓപ്ഷൻ കാണാം, അതർ ബാങ്ക് അക്കൗണ്ട് IMPS ഓർ NEFT എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. വീണ്ടും ഡൗൺ കീയിലേക്ക് സെലക്ട് ചെയ്യുക, ഈ ആരോയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് പേ അക്കൗണ്ട്, ആർക്കാണോ നമ്മൾ പണം അയക്കേണ്ടത് അവരുടെ പേരിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് നമ്പർ IFSC കോഡ് കാര്യങ്ങളെല്ലാം കാണും. ഇതിൽ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് എന്നുള്ള ഭാഗത്ത് എത്ര രൂപയാണ് നമുക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. റിമാർക്ക് ടെസ്റ്റ് എന്ന് കൊടുത്തു, ഡൺ ചെയ്തു. ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് IMPS ഓർ IMPS അല്ലെങ്കിൽ NEFT. IMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് എന്നാണ് IMPS.
ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. NEFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇലക്ട്രോണിക്സ് ഫണ്ട് ട്രാൻസ്ഫർ, അതിനാണ് NEFT എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IMPS ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ അവധി ദിവസങ്ങളിലും IMPS സെലക്ട് ചെയ്ത് നമുക്ക് പൈസ അയക്കാൻ കഴിയും. NEFTയിലാകുമ്പോൾ അതിന് ലിമിറ്റുണ്ട്, ടൈമുകളുണ്ട്. NEFTയിൽ നമുക്ക് നോർമൽ, അതായത് മൺഡേ ടു ഫ്രൈഡേ 8 AM മുതൽ 7 PM വരെയും. IMPS ആണെങ്കിൽ എല്ലാ ടൈമിലുമാണ്. അതുപോലെ എമൗണ്ടുകളിലും വ്യത്യാസമുണ്ട്. NEFTയിലാകുമ്പോഴത്തേക്കും നമുക്ക് 10 ലക്ഷം രൂപ വരെ അയക്കാൻ കഴിയും. IMPSലാണെങ്കിൽ നമുക്ക് മാക്സിമം 2 ലക്ഷം രൂപയായിരിക്കും. അത് പല പല ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ പറയുന്നത് കൃത്യമാവണമെന്നില്ല. എങ്കിലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടൈമിങ്ങും, രണ്ട് നമ്മളുടെ എമൗണ്ടുമാണ്. ഇപ്പോൾ ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്തു, റിമാർക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ OPT നമ്പർ വരും. അത് 10,000 രൂപയ്ക്ക് മുകളിലോട്ടാണെങ്കിൽ ചിലപ്പോൾ വരികയുള്ളൂ. OPT നമ്പർ അടുത്തൊരു ഓപ്ഷൻ കിട്ടുന്നിടത്ത് OPT നമ്പർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം കൺഫേം ബട്ടൺ അടിക്കുക. അപ്പോൾ നമ്മുടെ മണി ട്രാൻസ്ഫർ ആയി കഴിയും. ഇപ്പോൾ ആഡ് പേ പഠിച്ചു, മാനേജ് പേ പഠിച്ചു, എങ്ങനെയാണ് പണം അയക്കേണ്ടതെന്ന് പഠിച്ചു, നമ്മളുടെ അക്കൗണ്ടിലുള്ള മണി ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ MMID ആണ്. MMID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ മണി ഐഡൻറ്റിഫയർ എന്നാണ് MMID. നമുക്ക് ഒരു MMID ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു MMID ഉണ്ടാക്കാനായിട്ട് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് MMID ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു SMS വരും, ഒരു 7 അക്ക ഡിജിറ്റൽ നമ്പർ MMID വരും. നെറ്റ് ബാങ്കിങ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പോൾ തനിയെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് MMID നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്കിതുപോലെ ജനറേറ്റ് ചെയ്ത് MMID എടുക്കാം. ഈ MMID ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പണം അയക്കാമെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ശ്രദ്ധിക്കൂ. ഇതിൽ 10 ഡിസംബറിൽ ലാസ്റ്റ് വന്ന ട്രാൻസാക്ഷൻ 55 രൂപയാണ്. ഞാൻ MMID ഉപയോഗിച്ച് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ അയക്കുകയാണ്. ഞാൻ എൻ്റെ മറ്റൊരു അക്കൗണ്ട് ICICI ബാങ്കിൽ നിന്ന് നെറ്റ് ബാങ്ക് വഴി ഉപയോഗിച്ച് ഇതിലോട്ട് MMID ഉപയോഗിച്ച് SBTയിലോട്ട് പൈസ അയക്കുകയാണ്. ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തു. അതിനുശേഷം എനി മൊബൈൽ നമ്പർ ത്രൂ IMPS യൂസിങ് MMID എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ പേയി മൊബൈൽ നമ്പർ, അതായത് നമ്മൾ MMID എടുക്കാനായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ATMൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പേ MMID നമ്മളുടെ ബാങ്ക് നമുക്ക് തന്നിട്ടുള്ള ഒരു ID നമ്പറാണ്. അത് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നു. ആ MMID കോഡ് ഇവിടെ അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മളുടെ മൊബൈൽ നമ്പറും MMIDയുമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചാൽ നമ്മളുടെ എമൗണ്ട്. അല്ലാത്ത രീതിയിൽ അയക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ വേണം, IFSC കോഡ് വേണം, അക്കൗണ്ട് നെയിം വേണം. ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മൊബൈൽ നമ്പർ MMID മാത്രം മതി, മറ്റൊരാൾക്ക് പൈസ അയക്കാൻ കഴിയും. ഇവിടെ നമ്മളുടെ എമൗണ്ട് എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം റിമാർക്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻഡ് കൊടുക്കുക, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഞാനിവിടെ ട്രസ്റ്റ് എന്ന് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നു കാണും. നമ്മളുടെ ATM കാർഡിൻ്റെ ബാക്ക് വശത്ത് CEJ എന്ന കോളത്തിലുള്ള അക്കങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ATM കാർഡിൻ്റെ പിൻവശത്ത് കോളങ്ങൾ കാണാം. ആ കോളങ്ങളിൽ CEJ എന്ന കോളത്തിലുള്ള നമ്പർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഫോണിൽ ഒരു SMS വരും, ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ വൺ ടൈം പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. നമ്മളുടെ
പൈസ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മളുടെ ഫോണിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പൈസ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇതിൽ മൈ അക്കൗണ്ട് സെലക്ട് ചെയ്തു, മിനി സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തു, അവിടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തു. ഇത് ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് MMID ഉപയോഗിച്ച് പൈസ അയക്കുന്നത് പിടിയിട്ടില്ല. ഇത് നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരാൾക്ക് നമുക്ക് അയക്കാൻ പറ്റും. ഫോണിൽ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ കിടപ്പുണ്ട്, IMPS മൊബൈൽ നമ്പർ ആൻഡ് MMID. ഇവിടെ പേയി മൊബൈൽ നമ്പർ, അയക്കേണ്ട ആളുടെ മൊബൈൽ നമ്പർ, അതായത് അക്കൗണ്ടിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പരും പേ MMID 2, 3 എന്നുള്ളത് നമ്മളുടെ എമൗണ്ട്, 4 റിമാർക്ക്. ഇത്രയും ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ OPT വരും, നമ്മൾ ഫോണിൽ SMS വരും. OPT നമ്മൾ കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോയി കഴിഞ്ഞു. ഇതാകുമ്പോൾ ഏറ്റവും എളുപ്പം ഇതാണ്. ഇതേപോലെ മർച്ചന്റ് പേയ്മെന്റ് ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കടക്കാരനും നമുക്കിതുപോലെ പൈസ അയച്ചു കൊടുക്കാൻ കഴിയും. കടക്കാരൻ്റെ മൊബൈൽ നമ്പർ വാങ്ങുന്നു, കടക്കാരൻ്റെ MMID വാങ്ങുന്നു, നമ്മളുടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, റിമാർക്ക് കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.